ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് വീണ് ഒരു ഔട്ടിങ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവർ കയറി. ഇനി കണ്ടക്ടർ വന്നിട്ടില്ല. കണ്ടക്ടർ വന്നു ഡോറൊക്കെ അടച്ച് നമ്മളങ്ങനെ വണ്ടിയിൽ കണ്ടക്ടർ കയറി ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വണ്ടി റൺവേന്ന് പതുക്കെ എടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ ടേക്ക് ഓഫിന് ശേഷം ബാക്കി വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോണത് കോട്ടപ്പുറം മുസരീസ് പാർക്കിലേക്കാണ്. ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ കോട്ടപ്പുറം, പിന്നെ കൊടുങ്ങല്ലൂർ, പിന്നെ ഞങ്ങളുടെ മാളയും. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ. അങ്ങനെ നമ്മളത് കോട്ടപ്പുറത്തേക്ക് എത്തിയിട്ടാണ്. ഇതാണ് കോട്ടപ്പുറം ചന്ത. ഈ കോട്ടപ്പുറം ചന്ത കുറേ സിനിമയിലുണ്ട്. നമ്മുടെ പൊറിഞ്ചുമുറിയും ജോസിലെ ഒരുപാട് സീനുകളും ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ മുസരീസ് പാർക്ക്. ആ കപ്പലില്ലേ, അത് നമ്മുടെ പൊറിഞ്ചുമുറിയത്തിൽ ഒരുപാട് സീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാം മക്കളെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ബിത്തുനൊരാഗ്രഹം, അപ്പയുടെ കൂടെ ഒന്നൊരു സെൽഫി എടുക്കണമെന്ന്. പിന്നെ എന്താ ചെയ്യുക, പിള്ളേരുടെ ആഗ്രഹമല്ലേ. ഒന്നും നോക്കിയില്ല, 3-4 സെൽഫി അങ്ങോട്ട് പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് പിന്നെ പരിചയമുള്ള ആൾക്കാരെ കുറച്ച് പേരെ കണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും അങ്ങനെ അവരെ കണ്ട് കുറച്ച് പേരൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇനി അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ ഇതേപോലെയൊക്കെ തന്നെ നടക്കാൻ എന്തൊരു രസമാണെന്നറിയോ. ഒരു പ്രത്യേക മൂഡാണ്. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയേ, നല്ല രസമില്ലേ കാണാനായിട്ട്. അതായത് ഈവനിങ്ങിൻ്റെ എനിക്ക് തോന്നാം, ലൈറ്റുകളും ഒക്കെ ഒരു പ്രത്യേക മൂഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസരീസ് പാർക്കിൻ്റെ ഓരോ മുക്കും മൂലയും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്.
കാണുന്നത് നമ്മുടെ കോട്ടപ്പുറത്തിൻ്റെ സ്വന്തം താരങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ അവരോട് ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞു. അടുത്തത് ഞങ്ങൾ ഒരു ഐസ്ക്രീം കടയിലേക്കാണ് പോണത്. ചേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ പണിയിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ആ ഒരു ഫ്രീസറിൻ്റെ ഉള്ളിലുണ്ട് ഐസ്ക്രീം, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളം പറഞ്ഞു. അത് കേട്ടപാടി എല്ലാവരും ഫ്രീസർ കൊടുന്ന് കയറ്റുകാരിൽ തുടങ്ങി. ഐസ്ക്രീമായിട്ടുള്ള മല്ലയുദ്ധമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷമൊന്നും ഉണ്ട്. നമ്മുടെ അക്കു ഡാൻസൊക്കെ കളിച്ചാണ് നടക്കണേ. അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് നേരം ഞങ്ങൾ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഈ കാണുന്നതാണ് നമ്മുടെ പൊറിഞ്ച് മറിയത്തിൻ്റെ വീടായിട്ട് കാണിച്ചായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നത്. അങ്ങനെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നിൽക്കുമ്പോൾ ഇവർക്കൊരാഗ്രഹം, അക്കുവനും ആവനും ഒരു ഡാൻസ് കളിക്കണമെന്ന്. എന്നാൽ പിന്നെ അവരുടെ ആഗ്രഹമല്ലേ. സിബി അപ്പം തന്നെ പാട്ട് വെച്ച് പിന്നെ അവർ ഡാൻസിൽ തുടങ്ങി. അപ്പോൾ ഡാൻസിൻ്റെ പാട്ടിനകത്ത് വെക്കാനില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് വന്ന പണിയാണ്. അങ്ങനെ അവർ കുറേ നേരം എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച് തുടങ്ങിയ പിന്നെ അക്കു പരിസരം നോക്കില്ല. ഡാൻസുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് വിശപ്പ് തുടങ്ങി. എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം. അതിന് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിലേക്ക് പോകണം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ മാളയ്ക്കോട്ട്. അങ്ങനെ ഹോട്ടലിലെത്തി. ഇനി കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് ഇടവേളയാണ്. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കില്ല. ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അക്കുവിന് ഉറക്കം വന്നു. അക്കു പതുക്കെ ചരിഞ്ഞവിടെ കണ്ട. എൻ്റെ മോനെ, ഫുഡ് കഴിച്ചാൽ ഇനി വീട്ടിൽ പോയി നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങണം. അതൊരു സംഭവമാണ് മോനെ. അപ്പം നമ്മുടെ ഡിന്നർ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വീണു. എന്താണാവോ, ഫുഡൊക്കെ കഴിച്ചാൽ ഭയങ്കര ക്ഷീണം. പിന്നെ അപ്പം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് വീട്ടിലേക്ക്. എന്തായാലും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇങ്ങനെ ഇടയ്ക്കിട്ടൊരു ട്രിപ്പ് പോകണം, എന്നാലും നമ്മൾ മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീടെത്തി. ഇന്ന് നല്ലൊരു ട്രിപ്പായിരുന്നു. എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്രയും മതി നമുക്ക്.